വരുന്ന ലോറിയുടെ ക്യാബിൻ ഉൾപ്പെടെ ഭാഗം കണ്ടെത്തി. 71-ാം ദിവസമാണെന്ന് ആലോചിക്കണം. ബോഡിയും കണ്ടെത്തി. ഇനി പോസ്റ്റ്മോർട്ടം ചിലപ്പോൾ DNA ടെസ്റ്റും വേണ്ടിവരുമെന്നാണ് പറഞ്ഞത്. അവിടെ MLA സംസാരിച്ചു. ജിതിൻ അവിടെയുണ്ട്. ജിതിനുമായി സംസാരിച്ചു. എല്ലാവരുമായി സംസാരിച്ചു. ഏതായാലും ഇത് കണ്ടെത്താൻ കഴിഞ്ഞെന്നുള്ളതാണ് വലിയ ആശ്വാസം. കാരണം കഴിഞ്ഞ 71 ദിവസവും ഇരുട്ടിൽ തപ്പുകയായിരുന്നു. അർജുൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. കാരണം ഈ ദിവസങ്ങളെല്ലാം ആ കുടുംബം, അമ്മയും ഭാര്യയും കുടുംബമെല്ലാം അവരുടെ വേദനയും പ്രയാസവും അടക്കി നിർത്തുകയാണ്. ഏതായാലും ഇന്നത്തോടുകൂടി അത് അർജുൻ്റെ ഡെഡ് ബോഡി കണ്ടെത്താൻ കഴിഞ്ഞു. തുടർന്ന് നടപടികളുമായി ജില്ലാ ഭരണകൂടം പോവുകയാണ്. പക്ഷെ നമ്മളിതിൽ ആലോചിക്കേണ്ട ഈ വിഷയത്തിൽ കർണാടക ഗവൺമെൻറ് നൽകിയിട്ടുള്ള സഹായം ചെറിയ സഹായമല്ല. 71 ദിവസം ആ ഗവൺമെൻറ് ഇതിനു വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. ആർമിയെ വിളിച്ചു, നേവിയെ വിളിച്ചു, റഡാർ കൊണ്ടുവന്നു. പിന്നീട് ഈ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡ്രോൺ ഉപയോഗിച്ചുള്ള എക്സ്പേർട്ടിനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇത് കൊണ്ടുവരുമ്പോൾ ബാറ്ററി ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ട്രെയിനിൽ കൊണ്ടുവന്നു. 3 ദിവസം അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ സമയമെടുത്തു. അതിനുശേഷം ഈ ഗംഗാവാലിയിൽ അതിൻ്റെ അണ്ടർ കറൻസ് അതിശക്തമാണ്. 6 to 8 knotsആണ്. നേവിക്ക് പോലും ഇറങ്ങാൻ കഴിയില്ല, തിരിച്ചു വരാൻ കഴിയില്ല. അങ്ങനെ ആ അണ്ടർ കറൻസ് ശക്തി കുറയാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോഴാണ് ഈ ഒരു തർക്കം വന്നത്, ഡ്രഡ്ജറിൻ്റെ ആവശ്യം വന്നത്. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം വന്നു. 40 ലക്ഷമാണ് ആദ്യം അവർ ഇതിൻ്റെ റെൻറ്റ് പറഞ്ഞത്. പിന്നെ ഓരോ ദിവസവും 10 ലക്ഷം വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസം വന്നപ്പോൾ ബാംഗ്ലൂരിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ട് അന്ന് തന്നെ അദ്ദേഹം ആവശ്യമായ എല്ലാ ഫണ്ടും അനുവദിക്കാൻ തയ്യാറായി. അദ്ദേഹം നേരിട്ട് കലക്ടറെ വിളിച്ചു പറഞ്ഞു ഡ്രഡ്ജർ കൊണ്ടുവരണം. അങ്ങനെ ഡ്രഡ്ജർ കഴിഞ്ഞ് 4 ദിവസമായി വന്ന് ഈ കണ്ടെത്താൻ ശ്രമം നടത്തി. ഒടുവിൽ നിന്ന് അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും കർണാടക ഗവൺമെൻറ്റിനുള്ള നന്ദി കൃത്യമായി രേഖപ്പെടുത്താൻ കൂടി അവസരം ഉപയോഗിക്കുന്നു. ഏതായാലും വലിയൊരു സന്തോഷമുള്ളത് യാദൃച്ഛികമായിട്ടാണെങ്കിലും കർണാടക മുഖ്യമന്ത്രി നേരിട്ട് വരികയാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് നമ്മൾ എയർപോർട്ടിൽ. കർണാടക ഗവൺമെൻറ് മുഖ്യമന്ത്രി സൈറ്റിൽ വന്നു. മുഖ്യമന്ത്രി വന്നതെന്ന് മാത്രമല്ല, മുഴുവൻ മഴ അദ്ദേഹം കൊണ്ടു, കാറ്റും മഴയും. അവിടെ യോഗം നടത്തി. ഞങ്ങൾ ഉൾപ്പെടെ ഇരുന്ന യോഗത്തിൽ തീരുമാനമെടുത്തു, ഇത് കണ്ടെത്തുന്നവരെ ഓപ്പറേഷൻ അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞു. റെസ്ക്യൂ ഓപ്പറേഷൻ തുടരാൻ വേണ്ടി അന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ അർജുനെ കണ്ടെത്താൻ വേണ്ടി ഒരു ഗവൺമെൻറ് നടത്തിയിട്ട് എല്ലാ ശ്രമങ്ങളും നമ്മൾ ആലോചിക്കണം. ഇപ്പം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നന്ദി പറയാനുള്ള ഒരു അവസരം. ഒരു സംശയം വേണ്ട. അദ്ദേഹത്തെ ഇന്ന് കാണുമ്പോൾ നേരിട്ട് ആദ്യം പറയാൻ വേണ്ടി പോകുന്ന കാര്യം അതാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ സഹായവും. കർണാടക ഗവൺമെൻറ്റാണ് ഇതിനാവശ്യമായ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്ത ഗവൺമെൻറ്റാണ്. ഇനി എന്തായിരിക്കും ജിതിൻ്റെ മൃതദേഹം വിട്ടുകിട്ടുന്നതിനും ഒപ്പം തന്നെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് പൂർത്തിയാകാനുള്ളത്? അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? സതീഷ് MLA പറഞ്ഞത് പോസ്റ്റ്മോർട്ടം നിർബന്ധമായി വേണ്ടിവരും. ചിലപ്പോൾ DNA ടെസ്റ്റും വേണ്ടിവരും. ഇതൊന്ന് കൺഫേം ചെയ്യാൻ അർജുൻ്റെ ബോഡി തന്നെയാണോ. അതിന് ഇന്നും നാളെയും സമയം എടുക്കുമായിരിക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തോന്നുന്നത് സതീഷ് MLA ഈ ദിവസങ്ങളെല്ലാം ഇതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ AKM അഷ്റഫ് MLA, മഞ്ചേശ്വരം MLA എത്രയോ ദിവസമായി അദ്ദേഹം അവിടെയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയോടുകൂടെ നമുക്ക് ഏകദേശം മൃതദേഹം വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ നാളെ അറിയാം.